ഈ രാജകൊട്ടാരത്തിലെ സംഗീത സദസ്സർ അല്പനേരം നിർത്തിവെക്കണം. അയൽ രാജ്യത്തു നിന്ന് ഒരു ഓല വന്നിട്ടുണ്ട്. ഒരു ഓല വന്നിട്ടുണ്ട്, വായിക്കാം. ഊബറല്ലേ? കിട്ടേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് നാം അങ്ങ് വായിച്ചു തുടങ്ങി. ഫോണെല്ലാം എറിഞ്ഞുടച്ച് ഫോൺ കമ്പനികളുടെ കണ്ണിലുണ്ണി, ഇരുത്തിയാൽ ഇരുത്തിയിടത്തിരിക്കാത്ത, പറഞ്ഞാൽ കേൾക്കാത്തതും പറയുന്നത് ആർക്കും ഒന്നും മനസ്സിലാകാത്തതുമായ രതിപുഷ്പം യുവരാജാവ്, വീരശൂര പരാക്രമി സൈൻഡോം ചാക്കോ അംഗത്തിനായി എഴുന്നള്ളുന്നേ. എൻട്രി പഞ്ച. നിർത്ത്. അല്ല, നല്ല പാട്ടല്ലേ? കിളിയെ പൊൻകിളിയെ. ആളെ കളിയാക്കാനാണ് വിളിച്ചോടുന്നു. മര്യാദ നല്ല പാട്ടിടും. നല്ല പാട്ട്. നല്ലൊരു പാട്ട്. വേറൊരു നല്ലൊരു പാട്ടിട്ട്. ഈ ഫോൺ എന്താ ചെയ്യണ്ടേ? അത് എൻട്രി, പുള്ളിയുടെ എൻട്രി പഞ്ച. ഫോൺ ഒന്ന് വരുന്നിട്ടേ പുള്ളി വരും. ഇത് തറയിലിടണോ? അത് ഇടണം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വിളിക്കാം. വന്നോ? I don't care where I go, long as I gotta pay. But I'll buy, she been on my mind. As soon as I get back, she gets late. Do this all the time. ഈ കിളിയുടെ പാട്ട് മാത്രമല്ല ഈ നാട്ടില്. കിളിയുടെ പാട്ടാണ് പ്രശ്നല്ലേ? അങ്ങനെ പറയാ ചേട്ടാ. കിളിയുടെ പാട്ടല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ. വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? മാനോ കരടിയോ ആനയോ കിളിനെ മാറ്റി പണി നിർത്തി പോകും. പാട്ട് ഇടാൻ പറ്റോ? അല്ല, ഞാൻ അവിടെ പറഞ്ഞത് വേറെ പാട്ട്. ആനനെ പറ്റിയുള്ളതോ ആടിനെ പറ്റി? ആനപ്പിണ്ട എന്താണോ? എന്തെങ്കിലും നമ്മുടെ പാട്ടന്നെ. അടിപൊളി. അംഗത്തിന് ഒന്നെയാണ്. ഇവിടെ പാട്ടും കൂത്തിനൊന്നും വന്നല്ല പാട്ടോ. അല്ല, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു ഡൗട്ട് മാത്രം. ഈ സിംഹാസനം എന്തിനാ കൊണ്ടു നടക്കണം കൂടെ? സിംഹാസനം കൊണ്ടു നടക്കാൻ. അതെ, പുള്ളി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പുള്ളിക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഈ സിംഹാസനം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കും. എവിടെ നിൽക്കുന്നു അവിടെ ഇരുന്നു. അല്ല, അതെ, എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്. എന്താ ഡൗട്ട്? അല്ല, നമ്മൾ ഇവിടെ ഈ ഫ്ലോറിൽ ഇങ്ങനെ വാളൊന്നും കൊണ്ടുവരാറില്ല. ഇതെന്താ ഈ ഫ്ലോറിൽ ആയുധങ്ങളൊക്കെ ആയിട്ട്? ഇവിടെ വാള് വെച്ചിട്ടുള്ളൊരു യുദ്ധമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാക്ക് വെച്ചിട്ടുള്ളൊരു യുദ്ധം. ഇവിടെ ആരോ ഏതോ രാജ്ഞിയോ ഉഗ്നിയോ ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ട് റാണി ഏത് റാണിയാ? റാണി വരുന്നുണ്ട്. റാണിക്കുള്ള ഓലയും വന്നിട്ടുണ്ട്. ഓല മീൻസ് പനയോല, തെങ്ങോല. അതായത് മറ്റേ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സാധനം. ചേട്ടാ വായിച്ചോട്ടെ. എന്താ ബാലരമ? അനശ്വരമായി മലയാളത്തിന് കിട്ടിയ പുണ്യം, കേരളത്തിന്റെ മനോഹരി സൗന്ദര്യത്തിന്റെ ചാരു ശില്പം. ആരാണ്? മലയാള സിനിമ ദേശം അടക്കി വാഴുന്ന ശ്വേതാ മേനോ റാണി എഴുന്നള്ളുന്നേ. Excuse me. Dali. Come on. യുദ്ധം ചെയ്യാൻ വന്നത് റാണിയുടെ വിട്ടത് തലയാണ്.
ഈ തല വെട്ടണോ? ഇങ്ങോട്ട് വാ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെ തല അതെ. സ്ഥാനത്ത് ആളല്ലേ നമ്മള് വെറുതെ പറഞ്ഞതല്ലേ ചുമ്മാ ആൾക്കാരെ പറ്റിക്കുക. അതെ. അല്ല അപ്പൊ നേരത്തെ എന്തോ വാഗ്വാദത്തിന് അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? വാക്കുകൾ വെച്ചിട്ടല്ലേ പാട്ടുണ്ടാക്കുന്നത്. ഓ അങ്ങനെ. ആരോടാ നിങ്ങള് സംസാരിക്കണത്? വിവരമില്ലാതെയായി പോയി നമുക്ക്, അല്ല നിങ്ങൾക്ക്. അപ്പൊ മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രാൻഡ് ഫീൽഡിലെ സോറി മ്യൂസിക്കൽ വൈഫ് കല്യാണം കഴിച്ചിട്ടില്ല. അവന്റെ അല്ല, വേറെ ആളുകളുടെ വൈഫിന്റെ. ചേച്ചി പൊതുവെ എനിക്ക് ചേച്ചിയാ റാണി? അല്ല സോറി, റാണി. റാണിയെ ചേച്ചി ഒന്ന് കൂപ്പിടുമാ? സോറി, എന്നാ റാണി. തപ്പ്. ശ്വേത റാണി. ഇവിടെ കുറച്ചു പേരുടെ ഡൗട്ട് ഉണ്ട്, ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് ചോദിക്കാൻ. രാജാവിനെ അറിയാം, ഒന്ന് ചോദിച്ചു നോക്ക്. രാജാവേ, ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ? നിങ്ങൾ പറയൂ. ചോദിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് എന്താണ്? ഭൂമി പരന്നിട്ട്. പരന്നിട്ട് ഇത് പരന്നതാണ്. ഉരുണ്ടതാണെങ്കിൽ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ അതിന്റെ മുകളില്? അത് ശരിയാ, തല ഇറങ്ങി പോവല്ലേ? വീട് പണിയാൻ പറ്റുമോ അതിന്റെ മുകളില്? ശരിയില്ല. ഫ്ലാറ്റ് വെക്കാൻ പറ്റുമോ? ഇല്ല. പൊടി നാത്താൻ പറ്റുമോ? ഇല്ല, വേണ്ട. കടലിലെ വെള്ളമൊക്കെ താഴെ വീണ് പോയേനെ അതെ, correct. ഉരുണ്ടതായിരുന്നെങ്കിൽ. അതെ. കടലൊക്കെ വെള്ളച്ചാട്ടം ചേച്ചിക്ക് പോലെ പറ്റിയ ആയിപ്പോയി. ഒരാളെ ഇപ്പോഴാണ് ഇത് ആരായിരിക്കുന്നത്? ഇപ്പൊ കിട്ടുന്നത് എവിടെന്നാ ജനനം? തൊടുപുഴ ഞാൻ ഭൂമിന്നാ. ആണോ? തൊടുപുഴ ടച്ച് റിവർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ടച്ച് റിവർ. ഓക്കെ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അല്ല ശ്വേത ചേച്ചിക്ക് റാണിക്ക് എന്താണ് പറയാനുള്ളത് ഈ ഷോയെ പറ്റി? അമ്മാമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഗമത്തിന്റെ ഒരുപാട് 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 സന്തോഷം. യുനോ മ്യൂസിക്കൽ വൈഫ്, ബ്യൂട്ടിഫുൾ പെൺകുട്ടികള്, ബ്യൂട്ടിഫുൾ ആയി നന്നായി പാട്ട് പാടുന്നുണ്ട്. പിന്നെ നല്ല ഗുരുക്കന്മാരുടെ മുമ്പിലല്ലേ വേറെ എന്താ വേണ്ടേ? നമ്മളിവിടെ വന്നത് ആസ്വദിക്കാനാണ്. നമ്മൾ രണ്ടുപേരും അല്ല, സംഗീതം ആസ്വദിക്കാൻ. അല്ല, അവന്റെ സൗന്ദര്യം, ഞാൻ സംഗീതം. അത്രയും. ആണിനെപ്പോഴും കണ്ണിനാണല്ലോ കുളിർമ. ഷൈൻചേട്ടൻ എന്താണ് ഈ ഷോയെ പറ്റി പറയാനുള്ളത്? എന്ത് പറയാനാ? എന്തെങ്കിലും ഒരു രണ്ട് വാക്ക്. വീട്ടിലും പാട്ടാണോ? അതാണോ അവര് പറഞ്ഞു വിട്ടത്? പറഞ്ഞു വിട്ടതൊന്നുമല്ല. ഞാനും ചെറുപ്പത്തിൽ നന്നായി പാട്ട് പാടുവാൻ. എന്താ രണ്ടുപേരും നമുക്ക് കേൾക്കാൻ പറ്റുമോ? രണ്ടുപേര് പാടാൻ പറഞ്ഞാൽ സാറിന് അറിയാം എന്താ പ്രശ്നം. ഞാൻ പിന്നെ ഒരു 30 പാട്ട് കഴിഞ്ഞിട്ട് നിർത്തുള്ളൂ. പാട്ട് പാടൂ രണ്ടും. ഇപ്പൊ പാടണോ? പ്ലീസ്. വേണ്ടല്ലോ. അല്ല അധികം വേണമെന്നില്ല. ഇല്ല, കരോക്കെ ഇടുവോ? കരോക്കെ വേണ്ട, ഫുൾ ഓർക്കസ്ട്ര ഉണ്ടല്ലോ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്, മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞു തേൻതുള്ളികൾ, കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോ, ഇനി ഗാനമെപ്പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. ഇതൊക്കെ ഞങ്ങളുടെ അങ്കപുരത്തിലെ ചെറിയ ചെറിയ നമ്പറുകൾ അല്ലേ? അങ്കപുരം പാടുമ്പോ കിളി വരാം അല്ലെ? കിളി വരാം. സ്വന്തമായിട്ട് നമുക്ക് കളിയാക്കാലോ.